ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിരിക്കുകയാണെങ്കിൽ പറമ്പ് മൊത്തം നിരത്താണ്. ഈ ഒരു പറമ്പും ഈ പറമ്പും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കണ്ടങ്ങള് ഒരു 8 മീറ്ററിന് താഴ്ചയുണ്ട് ഈ പറമ്പ്. ഇത് കല്ല് വെട്ടി റെഡിയാക്കി വെച്ച പറമ്പാണ്. ഇവിടെ മൊത്തത്തിൽ ഓടിച്ചോരി വരാൻ വേണ്ടി പോകണേ. അപ്പോൾ അതുകൊണ്ട് ഈ മുകളിലത്തെ അതേ ലെവലുണ്ടല്ലോ, ഈ ലെവലാക്കിയിരിക്കണതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ വർക്ക് എന്താ അറിയോ, ഈ കിണർ എന്താക്കി അടിയിൽ നിന്ന് കെട്ടിക്കാണ്ട് ഈ ലെവലെത്തിച്ചിട്ടുണ്ട്. ഇനി ഒരു ലോഡ് കല്ലുംപാടെ വന്നാൽ ഈ ഭൂമി ലെവലായി കിട്ടും. ഓക്കെ. പിന്നെ വേറെ കാര്യമുണ്ട്. ഇപ്പോൾ JCB എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ കൊട്ടൊക്കെ ഓരോ കൊട്ട ഇങ്ങനെ നിറച്ചുകാണ്ട് അവിടുന്ന് ഉന്തി കൊണ്ടുപോയിക്കാണ്ട് ഇവിടെ ഇടാറ് ഭയങ്കര ബുദ്ധിമുട്ടാണ്, എണ്ണച്ചിലവാണ്. അപ്പോൾ അതുകൊണ്ട് ലോറിയിലേക്ക് നിറച്ചുകാണ്ട് ലോറി കൊണ്ടിടും. നിങ്ങളുടെ ഉണ്ടല്ലേ ഇനിയിപ്പോൾ ലോറി എങ്ങനെ നേരെ പോയിക്കാണ്ട് കൊണ്ടിടും. നിങ്ങളെന്തിനാ ബേജാറാവണം? നിങ്ങൾക്ക് സൂപ്പർ ക്ലിപ്പിൽ നമ്മൾ അയച്ചു തരാം. നിങ്ങളത് നേരെ എന്ത് ചെയ്താൽ മതി അറിയോ, ചവിട്ടി കയറ്റിയാൽ മാത്രം മതി. അപ്പോൾ പോണേക്കണി സൂപ്പർ സ്ഥലമല്ലേ. ഇതുവരെ കൊണ്ടിട്ടുള്ളൂ. പിന്നെ അതിൻ്റെ ശേഷം തരുന്ന JCB വന്നുകൊണ്ട് മൊത്തം നേരത്തിലാവും. ഇവിടുത്തെ കൊണ്ടിട്ടുള്ളൂ. ജൽദി 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 പോയി. നിങ്ങൾക്കൊരു ഐഡിയ പറഞ്ഞുതരാം. അവിടെ ഇടുള്ളൂ ഉണ്ടോ, അത്ര വരെ കൊണ്ടിടുന്നുള്ളൂ അറിയാം. അവിടെ ചേർന്നുകാണ്ട് പിന്നെ നിങ്ങളെന്താ ചെയ്യുക? പിന്നെ JCB കൊണ്ട് തള്ളി കൊണ്ടുകാണ്ട് ആ കുണ്ടിലിടൂല്ലേ. ഇനിയിപ്പോൾ ആ മൂല്യം പാടെ ഫില്ലാവാനുള്ളൂ അല്ലേ. അപ്പം JCBൻ്റെ പണി കുറച്ച് എടുക്കേണ്ടി വരുമല്ലോ ഇല്ലേ? എത്ര ഏരിയ ഉണ്ട്. കാരണമല്ലേ ഇനി കിണറിൻ്റെ കാര്യം കാണിച്ചു തരാം. കിണർ ഇപ്പോൾ ഏകദേശം എത്ര പടം വെട്ടി അറിയോ? പോയൊക്കെ വരി. ഡേഞ്ചർ ഏരിയ ആണ്, ശ്രദ്ധിക്കണേ. അയ്യോ കെട്ടങ്ങനുണ്ട്, സൂപ്പർ അല്ലേ? ഇതിപ്പോൾ നമ്മൾ ആ പായൽ പിടിച്ച പടവുണ്ടല്ലോ, അത് അന്നോല് കെട്ടി കൊണ്ടുവച്ചേനു. അതിൻ്റെ മുകളിൽ നെറ്റ് ഉണ്ടായിരുന്നു. ആ നെറ്റാണ് ഒന്ന് മുകളിലും ഒന്ന് അവിടെ കാണണേ. അതിൻ്റെ ശേഷം കാണണം 1 2 3 4 5 പടം വെട്ടി. ഇനി ഒരൊറ്റ ലോഡ് കല്ലും പടം വന്നാൽ 200 കല്ല് വന്നാൽ ഈ പാറ ലെവലെത്തും. പിന്നെ വേറെ വെച്ചിട്ടുണ്ട്, ഈ ലെവലും ആ കാണുന്ന ലെവലും വ്യത്യാസമുണ്ട്. എന്തായാലും നമ്മൾ ഇതുവരെ കെട്ടി കൊടുത്താൽ മതി. പിന്നെ വേണമെങ്കിൽ പിന്നെ കെട്ടി കൊടുക്കാമല്ലോ. തെളിഞ്ഞ വെള്ളമാണ്. ഇതിന്ന് വെള്ളം പോകണ്ട്, വെള്ളം കയറ്റാൻ പാടില്ല. വെള്ളം കോട്ടേഴ്സൊക്കെ പോണേ മോട്ടറാണ് കാണണ്ടേ. മൊത്തമാണ് പോയിന്റ് ചെയ്യും, ഉഷാറാക്കി കൊടുക്കും. ഏതായാലും ഈ പറമ്പിൽ വലിയൊരു വികസനം വരാൻ വേണ്ടി പോണ്. എന്താണ് ഓഡിറ്റോറിയം. ഇത് ഓരോ വരി വെച്ചുകാണ്ട് ആ കല്ലിനിടയിലെ കരിങ്കല്ലിൻ്റെ പീസ് അടിച്ചിന്. അവിടെയൊക്കെ വെള്ളം കെട്ടിക്കൊണ്ട് ഞങ്ങളൊരു അലകുണ്ടേനി. അത് ഇവിടെ ആർക്കറിയാം? എനിക്കൊന്നും ആ മൂല വെച്ചിനൊക്കെ മണ്ണിൽ മൂടിപ്പോയി. അത് ഇരുമ്പിൻ്റെ അലകേനി. സൂപ്പർ. അത് 10ൻ്റെ അലകേനി, 10 അടി വട്ടം. ഇവിടെ കുറച്ച് വലിപ്പം കൂടിയോണ്ട് എക്സ്ട്രാ ഒരു പീസ് ആഡ് ചെയ്ത് കൊണ്ടുവന്നേനി. എന്നിട്ട് ഇന്ന് കല്ലൊരു നാളെ കല്ലൊരുന്ന് പറഞ്ഞാണ്ട് അതാ മൂല കൊണ്ടുവച്ചിനി. എൻ്റെ അഭിപ്രായത്തിൽ അതിൻ്റെ മുകളിലൊക്കെ മണ്ണ് മൂടിയാണ്. കാരണം വികല്ലേ ഈ കല്ലിൻ്റെ എൻ്റെ ഔട്ടെടുത്തിട്ടോ. കാരണം എന്താ പറയുക, കുറച്ച് പുറത്തേക്ക് ഉണ്ടാവും. അതവിടെ ഞാൻ പറഞ്ഞില്ലേ ഔട്ടിടണമെന്ന്. നിങ്ങളവരുടെ എന്താ JCBൻ്റെ ഓപ്പറേറ്ററാ? ടിപ്പറിൻ്റെ? ഓക്കെ ഓക്കെ. ഇപ്പോൾ എല്ലാ തരമായി കൺസ്ട്രക്ഷൻ വീഡിയോകളും ഇനി നമ്മളെ പുതിയ ചാനലിൽ വരും. ചാനലിൻ്റെ പേരാണ് ഓൾറൗണ്ട് കിണർ വർക്ക്. കിണർ പണിൻ്റെ മെയിൻ ആളാ. കിണർ കുഴിച്ച പോലെ ഉണ്ടാവും. നിങ്ങളെ പുതിയ വർക്ക് എന്താ സ്റ്റാർട്ട് ചെയ്യണത്? തിങ്കളാഴ്ച. അന്ന് നമ്മൾ വരണ്ട് കേട്ടോ. ആയിക്കോട്ടെ, നമ്മൾ സ്റ്റാർട്ടിങ് വിളിച്ച് നമ്മൾ എടുത്തുതരാം. ഫുള്ള് സെറ്റാക്കി തരാം. നിങ്ങൾ കുറച്ച് സംസാരിക്കണം കേട്ടോ. എങ്ങനെയാണ് അതിൻ്റെ കരാറ് കാര്യങ്ങളൊക്കെ ആയിട്ട് ജനങ്ങൾക്ക് ഉപകാരപ്പെടണമല്ലോ. ഓക്കെ. അപ്പോൾ നമുക്ക് നിങ്ങളെ സൈറ്റിൽ നിന്നാണല്ലേ ഇത്. ഇനി നല്ല ഹൈറ്റ് സ്റ്റേജൊക്കെ കെട്ടിക്കാണ്ട് നമ്മൾ സൂപ്പറാക്കിയിട്ട് പോയിൻ്റ് ചെയ്യും. കിണറിൻ്റെ പണികൾ ഓടുന്നുണ്ടെന്നുണ്ടെങ്കിലും വിളിക്കട്ടെ, നമ്മൾ നമ്പർ നമുക്ക് കൊടുക്കാം. ഓക്കെ.